കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന PR അരവിന്ദാക്ഷൻ കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് വടക്കാഞ്ചേരി നഗരസഭാ യോഗത്തിൽ തിക്കും തിരക്കും. UDF യോഗം ബഹിഷ്കരിച്ചു. 12 മാസത്തിലധികമായി അരവിന്ദാക്ഷൻ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. 6 മാസത്തേക്ക് അരവിന്ദാക്ഷന് ലീവ് അനുവദിച്ചിരുന്നു. തുടർന്നുള്ള മാസം ലീവ് ലഭിക്കണമെങ്കിൽ ഒരു യോഗത്തിലെങ്കിലും ഹാജരായി ലീവ് അപേക്ഷ നൽകണമെന്നാണ് നിയമമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. 1 വർഷം തുടർച്ചയായി കൌൺസിൽ യോഗത്തിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് അരവിന്ദാക്ഷൻ സ്വാഭാവികമായും അയോഗ്യനാണെന്നും അയോഗ്യനായ അംഗത്തെ യോഗത്തിൽ പങ്കെടുപ്പിച്ച നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും രാജിവെക്കണമെന്നും UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. നഗരസഭ ഇന്നത്തെ ജനറൽ കൌൺസിൽ യോഗത്തിൽ കഴിഞ്ഞ 1 വർഷത്തിലധികമായി ജയിലിൽ കിടന്നിരുന്ന PR അരവിന്ദാക്ഷൻ ഇന്ന് യോഗത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുകയാണ്. നിയമാനുസരണം അയാൾ 6 മാസം ലീവിന് അപേക്ഷിച്ചു. ആ ലീവ് കഴിഞ്ഞ് 6 മാസത്തിൽ കൂടുതലായിപ്പോൾ ഒരു 6 മാസം ലീവ് അനുവദിച്ച വ്യക്തി പിന്നീട് ലീവ് നീട്ടണമെങ്കിൽ അയാൾ ആ കൗൺസിൽ യോഗത്തിൽ ഹാജരായിട്ട് വേണം അപേക്ഷ വയ്ക്കാൻ. അതാണ് മുനിസിപ്പൽ ആക്ടിൽ പറയുന്നത്. പക്ഷേ അത് ഹാജരാവാതെ 6 മാസത്തിലധികമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ജനറൽ കൗൺസിലും പങ്കെടുക്കാത്ത ഒരാൾ 3 മാസം കഴിഞ്ഞാൽ തന്നെ അയോഗ്യനാണ്. ഇയാൾ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. അതിന്റെ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ആസാദ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൊടുത്ത പരാതിയിന്മേൽ അരവിന്ദാക്ഷനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവിടെ കത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ സെക്രട്ടറി രാഷ്ട്രീയ പ്രേരിതമായി ഇയാൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല. ഇന്നത്തെ യോഗത്തിൽ വന്ന് ഒപ്പിടിക്കുന്ന ഭരണഘടനാ സ്ഥാപനം 93-94 ഭരണഘടനാ ഭേദഗതി പ്രകാരം രൂപീകൃതമായതാണ് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും. ആ മുനിസിപ്പൽ ആക്ടിൽ 92 പറയുന്നത് 3 മാസത്തെ 3 യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയാലും ജനറൽ കൗൺസിലായാലും പങ്കെടുക്കാത്തൊരാൾ അയോഗ്യനാണ്. ആ അയോഗ്യത കൊണ്ടാണല്ലോ ദേശമംഗലം പഞ്ചായത്തിൽ ഷാനവാസ് എന്ന് പറയുന്ന കോൺഗ്രസ് കൗൺസിലർ ഹാജരായില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടുത്തെ സെക്രട്ടറി അയാളെ അയോഗ്യനാക്കി എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തത്. ആ നിയമം തന്നെയാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്കുള്ളത്. പക്ഷെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അപ്പോൾ അയോഗ്യനായ ഒരാളെ മീറ്റിങ്ങിൽ കയറ്റി അയോഗ്യനാണെന്ന് ബോധ്യപ്പെട്ട് മീറ്റിങ്ങിൽ കയറ്റി ഇരുത്തിയത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായൊരു കാര്യമാണ്. ഭരണഘടന കയ്യിൽ പിടിച്ച് നായകയ്ക്ക് 40 വട്ടം ഭരണഘടനയുടെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണല്ലോ സഖാക്കൾ. ആ സഖാക്കൾ ഭരണഘടന വർഷമായിട്ട് നമ്മൾ ഈ വർഷം ആചരിക്കുകയല്ലേ. ഭരണഘടനയെ ബൈബിള് പോലെയും ഖുറാൻ പോലെയും അതുപോലെ തന്നെ ഭഗവത്ഗീത പോലെയും ഒക്കെ കയ്യിൽ പിടിച്ച് നടക്കുന്ന ആളുകൾ, ആ ആളുകൾ ഭരണഘടനയ്ക്കെതിരായ ഒരു തീരുമാനം ഇന്ന് എടുത്തിരിക്കുകയാണ് അയാളെ പങ്കെടുപ്പിക്കാൻ. യഥാർത്ഥത്തിൽ ചെയർമാൻ ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച അയാൾ ഒപ്പിടിക്കാൻ സമ്മതിച്ച ചെയർമാൻ നിയമപരമായി ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുകയാണ്. നഗരസഭാ സെക്രട്ടറി നിയമപരമായി ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുകയാണ്. ഇവർക്കെതിരെ ഭരണഘടനാ ലംഘനം നടത്തിയതിനുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും അരവിന്ദാക്ഷനെ യോഗത്തിൽ പങ്കെടുത്ത് വിലക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിനെതിരെ ശക്തമായ ഞങ്ങൾ അരവിന്ദാക്ഷൻ കുറ്റക്കാരനാണോ അല്ലേ, ജാമ്യം കിട്ടിയോ എന്ന്, കൊലക്കേസിലെ പ്രതിക്കും ജാമ്യം കിട്ടും. ജാമ്യം കിട്ടിയ പ്രതിയല്ല എന്ന് എവിടെയും പറയുന്നില്ലല്ലോ. ED ആൾക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാവപ്പെട്ട കരിവന്നൂർ ബാങ്കിലെ ആളുകളുടെ പണം കട്ട ആളുകളെയൊക്കെ എല്ലാവർക്കും അറിയാലോ. ആ പാവപ്പെട്ട ആളുകൾക്ക് ഇപ്പോഴും പണം തിരിച്ചു കിട്ടിയിട്ടില്ല. BJPയുമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചാൽ ഇത്തരം ആളുകളെ കുറ്റവിമുക്തരാക്കാമെന്നുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഒരു കാരണവശാലും കരിവന്നൂരിലെ പാവപ്പെട്ട ജനങ്ങളുടെ മനസാക്ഷിയിൽ നിന്ന്, കേരള മനസാക്ഷിയിൽ നിന്ന് ഒരു കാരണവശാലും ഈ ആളുകൾക്ക് ഒരു ജാമ്യമോ ഒരു കുറ്റവിമുക്തിയോ ഉണ്ടാവില്ല എന്ന് പറയാൻ ആഗ്രഹിക്കണം. അതൊക്കെ ഞങ്ങൾ തെരുവിൽ ജനങ്ങൾക്കിടയിൽ പറയും. പക്ഷേ നിയമപരമായി നഗരസഭാ കൗൺസിൽ പങ്കെടുക്കാൻ അർഹതയില്ലാത്ത ഒരാളെ പങ്കെടുപ്പിക്കുന്ന ഞങ്ങൾ വിയോജനക്കുറിപ്പ് കൊടുത്തു. നിയമപരമായ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നറിയിക്കുകയാണ്.